ലിഗേഴ്സ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ നമുക്കിന്നൊരു ഡിസ്കൗണ്ട് സെയിലും പ്ലസ് ക്ലിയറൻസ് സെയിലും കൂടിയാണ്. എന്നുവെച്ചാൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഈ അടുത്ത കാലത്ത് ഇട്ടൊരു ഡിസ്കൗണ്ട് സെയിലിൻ്റെ കുറച്ച് ഐറ്റംസ് ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് അന്നിട്ട പ്രൈസിനേക്കാളും കുറച്ചും കൂടി പ്രൈസ് കുറച്ച് ക്ലിയറൻസ് സെയിൽ പോലെ ഇടുകയാണ്. പിന്നെ നോർമൽ നമ്മുടെ കയ്യിലിരിക്കുന്ന 1-2 പീസ് വരുന്ന ഐറ്റംസ് നേരെ ഡിസ്കൗണ്ട് സെയിലിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഐറ്റത്തിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ പറയാം. സൈസുകൾ ഏതൊക്കെ അവൈലബിൾ ഉള്ളതെന്ന് സ്ക്രീനിൽ കാണിക്കും. ആ സൈസസ് മാത്രമേ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കുള്ളൂ. അത് മാത്രമേ നമ്മളോട് എൻക്വയറി ചോദിക്കാവൂ. അതുപോലെ തന്നെ നമുക്ക് ക്ലിയറൻസ് സെയിൽ, ഡിസ്കൗണ്ട് സെയിൽ പോലുള്ള ഐറ്റംസിന് റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല. അതൊന്നും എല്ലാവരും മനസ്സിൽ വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അതിനുശേഷം എനിക്ക് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇന്നത്തെ വീഡിയോ, ഇപ്പം ഞാൻ ഇന്നിടുന്ന ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ടോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, ഒരു 100-ലധികം വ്യൂസ് ഉള്ള ഐറ്റത്തിന് നമ്മൾ നറുക്കെടുപ്പിലൂടെ നമ്മളൊരു സമ്മാനം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഗിവ് അവേ ആണ്. ഞാൻ കുറേ കാലം എന്നോട് പലരും ചോദിക്കുന്നത് എന്താ ഗിവ് അവേ ഒന്നും ഇല്ലാത്തതെന്ന്. ഒരു ഓർഡറിന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കിതൊക്കെ ഇങ്ങനെ സോർട്ട് ചെയ്യാനും അതിൻ്റെ പുറകെ ഇരിക്കാനും സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലാണ്ട് നമുക്കൊരു കുർത്തിയോ അല്ലെങ്കിൽ എന്തൊരു സാധനം ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതിലൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ പുറകെ നമ്മൾ അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് സരളമായിട്ട് അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുകയാണെങ്കിൽ അത് മര്യാദയ്ക്ക് ചെയ്യണം. അതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കഥ പറയുന്നത്. ആൾക്കാർ കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞാൽ നേരെ ഐറ്റത്തിൽ നോക്കാൻ എല്ലാവരും ഓടിപ്പോവും. എന്നിട്ട് അതിൻ്റെ ഫോട്ടോസ് എടുക്കാനുള്ള തിരക്കിലായിരിക്കും. എന്നാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലോ നിങ്ങൾ ഇട്ടിട്ട് 100-ലധികം വ്യൂസ് കാണുന്നതിൻ്റെ ഇൻസ്റ്റയിലൊക്കെ അല്ല വാട്സപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാമല്ലോ എത്ര പേരെ കണ്ടെന്ന്. 100-ലധികം വ്യൂസ് വരുന്ന ഇതിൻ്റെ ആൾക്കാരെ നമ്മൾ നറുക്കിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. പിന്നെ നമ്മൾ അടുത്ത ആഴ്ച വേറൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യാം. അതിനനുസരിച്ച് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗിവ് അവേസ് മാറി മാറി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ പങ്കെടുക്കട്ടെ. വെറുതെ വല്ല നമുക്ക് ചെയ്തുള്ള കാര്യമൊന്നുമല്ലല്ലോ. അവിടെ കിടക്കട്ടെ, ഒരു വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇതിൻ്റെ ഒരു ലിങ്ക് അവിടെ കിടക്കട്ടെ. ആരെന്ത് പറയാനോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം പറയും എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയുടെ ചാനലാണെന്ന്. കുട്ടിയോ ചേച്ചിയോ അമ്മായിയോ ആരെങ്കിലും ആവട്ടെ, ആരുടെ ചാനലാണെന്ന് പറഞ്ഞോളൂ. അപ്പോൾ പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നേരെ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നേരെ കളക്ഷൻസിലേക്ക് കടക്കാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. അതുകൊണ്ട് നമ്മളൊന്നും വേറെ ഇത് കാണിക്കില്ല. ഡിസ്കൗണ്ട് സെയിലിന് അറിയാമല്ലോ, നമ്മൾ അങ്ങനെ വേറെ ഇത് കാണിക്കലില്ല. അപ്പോൾ പ്രൈസുകൾ ഞാൻ പറയും. ഐറ്റംസിൻ്റെ സൈസ് മാത്രം നിങ്ങൾ നോക്കുക. ഇത് ഒരു വെസ്റ്റേൺ ടോപ്പാണ്. ഒരു ആഷ് കളറാണ് ഈ ടോപ്പ് വരുന്നത്. നമുക്കിതാ ഫ്രീ സൈസ് പോലെ നമുക്കൊരു ജീൻസിൻ്റെ ക്രോപ്പ് ടോപ്പ് പോലെ, ക്രോപ്പ് ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഇത്ര ഇറക്കം വരുന്നുണ്ട്. യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സ്ലീവിനൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ ഒരു ഒഴുകി പോലെ കിടക്കുന്നതാണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വെറും 299 മാത്രമേ ഉള്ളൂ. അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. ഉള്ളിൽ ലൈനിങ് ഒക്കെ സെപ്പറേറ്റ് വേറെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം തുറന്നൊന്നും കാണിച്ച വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ടാണ്. ഓക്കെ, 299. ഇത് ഈ വിൻ്റർ സമയത്ത് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഫുൾ ലെങ്ത്തിൽ വരുന്ന സാധനം. വൈറ്റും ക്രീമും ഒരു ചിക്കും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള പോലത്തെ ഒരു ടോപ്പ്. ഇതും ഫ്രീ സൈസ് പോലെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്നാലും SML അത്രയ്ക്ക് പറ്റുള്ളൂ. ആ ഒരു ടീനേജേഴ്സ് ആരും ഉദ്ദേശിച്ചാണ്. അപ്പോൾ ആ ഒരു സൈസ് നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. 299 മാത്രമേ വരുന്നുള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇത് വരുന്നത് ഒരു റിങ്കിൾ റയോൺ മെറ്റീരിയലാണ്. എനിക്ക് സൈസസ് ഓർത്ത് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നമ്മളിടയിൽ കട്ട് ചെയ്യണമെന്നില്ല, വേഗം വേഗം എടുത്ത് പോവാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ പ്രൈസ് മാത്രം ഞാൻ പ്രൈസുകളുടെ ഓർഡറിൽ എടുത്ത് വെച്ചിട്ടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതായത് ഇങ്ങനെ വരും. നല്ല രസമുള്ളൊരു റിങ്കിൾ റയോൺ ടോപ്പാണ്. ഇവിടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അല്ല, രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് വേറെ ഷേപ്പ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇച്ചിരി വലിയ സൈസായിരിക്കും. ഇതിൻ്റെ സൈസ് എൻ്റെ ഉള്ളത് 42 ആണ് കേട്ടോ അതിലുള്ളത്. ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ. 299 മാത്രമേ പ്രൈസ് ഉള്ളൂ. ഫ്രണ്ടിൽ റെഡും ഇവിടെ ഒരു ആഷിൽ ഒരു ഫ്ലോറൽ പ്രിന്റ് പോലത്തെ ഒരു ഐറ്റമാണ്. ഇത് പുറകുവശം ഇങ്ങനെ വരും കേട്ടോ. നല്ല ഐറ്റമാണ്, കാണാൻ നല്ല രസമാണ്. നമുക്കന്ന് ഒരുപാട് എൻക്വയറി ഉണ്ട്.
ചെയ്തായിരുന്നു. നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇത് ഈ ഒരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ. 299. ഇവിടെ പള്ളിപ്പെരുന്നാളാണ് കേട്ടോ. എടക്കുന്നാണ് നമ്മുടെ സ്ഥലം. കറുകുറ്റി, എറണാകുളം ജില്ലയിൽ കറുകുറ്റി എടക്കുന്നാണ് സ്ഥലം. ഇവിടെ നമ്മൾ പള്ളിപ്പെരുന്നാൾ ഇപ്പോൾ പ്രദക്ഷിണം വരും. അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുകയാണ്. എനിക്ക് പ്രദക്ഷിണം കാണാൻ പോകണം. ഓക്കെ, ഇങ്ങനെ വരും. ഇവിടെ ഇങ്ങനെ കുറച്ച് വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്, സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പുറകുവശം ഇങ്ങനെ വരും. 6 ആക്ക് പോർഷനാണ് വരുന്നത്. നിങ്ങൾക്കിത് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇതിന് നല്ല ലെങ്ത്ത് വരുന്നുണ്ട്. ഒരു 46 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും. പ്രൈസ് 299. അടുത്തത് വരുന്നത് ഒരു 3XL സൈസിൽ വരുന്ന ടിഷ്യൂവിൽ വരുന്നതാണ് കേട്ടോ. ഗോൾഡ് ഒരു ഓഫ് വൈറ്റിൽ ഇതിങ്ങനെ ചെറിയൊരു പ്രിൻ്റായിട്ട്. ഇത് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഭയങ്കര ഓവറായിട്ടുള്ള വർക്ക് അല്ലാത്തതുകൊണ്ട് അമ്പലത്തിലേക്കോ പള്ളിയിലേക്കോ അല്ലെങ്കിൽ നോർമൽ യൂസിനായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഐറ്റമാണ്. സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. പ്രൈസ് വരുന്നത് 399 മാത്രമേ വരുന്നുള്ളൂ. 3XL ആണ് സൈസ് വരുന്നത് കേട്ടോ. ഇതൊക്കെ ഒരൊറ്റ പീസേ ഉള്ളൂ. ഇത് വരുന്നത് S സൈസാണ്. ഇങ്ങനെ വരും. ഒരു ചിക്കൻ കാരി വർക്ക് പോലെയാണ് ഇവിടെ കണ്ട. ഇവിടെ എംബ്രോയ്ഡറി വർക്ക്, അതിനകത്തൊരു ഡിജിറ്റൽ പ്രിൻറ്റും വീനക്കാണ് വരുന്നത്. താഴെ വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ്. ഫ്രണ്ട് പോർഷനിൽ ഇതങ്ങനെ ഒരു ഗോൾഡിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. പുറകിലേക്ക് ഇല്ല. സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലും ഈ ഒരു ഗോൾഡൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. S സൈസ് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. 399. ഇതൊരു ഓവർകോട്ട് ടൈപ്പാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം അത്തേൽ 1-2 പീസ് ഉണ്ട്. 2 കളർ ഉണ്ട്. ഒന്ന് നേവി ബ്ലൂവിൽ ഈ കളർ വരുന്നത് ഒരു മെറൂൺ പോലത്തെ ഒരു കളർ, അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് പോലത്തെ കാന്താ വർക്കാണ് വരുന്നത്. ഇത് കോട്ട് ഇവിടെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇവിടെ ഇത് ഇങ്ങനെ ഇവിടെയും അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു നേവി ബ്ലൂ ആണ് വരുന്നത്. സ്ലിറ്റഡ് ആണ്, വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവും ഇതേപോലെ ഈ കളർ തന്നെയാണ് വരുന്നത്. പുറകുവശം എന്താ ഇങ്ങനെ വരും. 399. അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് ആണ്. ഇതെങ്ങനെ വരെ സ്ലിറ്റഡ് ആണ്. സൈസസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ സൈസസ് നോക്കാം. 399 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അത്യാവശ്യം ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അടുത്ത് വരുന്നത് ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ്. നല്ല രസമുള്ളൊരു കോട്ടൺ ആണ്. ബ്രൗൺ കളറിലാണ് ഇത് വരുന്നത്. ഇതുമ്മ കൊടുത്തിട്ടുള്ള ഒരു പെയിൻറ്റിങ് പ്രിൻ്റാണ്. ഇത് കാന്താ വർക്കല്ല, ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഡോട്ടായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഒരു ഹാഫ് കോളർ അല്ലെങ്കിൽ ചൈനീസ് കോളർ പോലെയുള്ള ഒരു കോളർ നെക്കിലാണ് വരുന്നത്. സ്ലീവ് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കേട്ടോ. 399 മാത്രമേ വരുന്നുള്ളൂ. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാതൊക്കെ നമുക്ക് ഒരുപാട് ഡ്രസ്സ് ഉണ്ടെങ്കിലും ഇടയ്ക്ക് ഒന്ന് മാറിയിടാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഓഫീസ് വെയർ ഐറ്റംസ് ആണ് ഇതെല്ലാം. ഓഫീസ് വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലേക്ക് മാത്രം ഇടാമെന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഇടാം. നമുക്ക് ഇങ്ങനെ ഓഫീസിലേക്ക് പോകുന്നവർക്കാണല്ലോ സ്ഥിരം എപ്പോഴും നമ്മൾ ഇട്ട് തന്നെ ഇടുമ്പോൾ ഇങ്ങനെ നമുക്കൊരു പഠിപ്പ് തോന്നില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാറി ഇടാമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് നേവി ബ്ലൂ ആണ് കളറ്. ഇതെങ്ങനെയാണ് പ്രിൻറ്റും കാര്യങ്ങളും വരുന്നത്. ചൈനീസ് കോളറാണ്, സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. പുറകുവശം ഇങ്ങനെ വരും. 399. ഇത് വിചിത്രയിൽ വരുന്ന ഒരു ഐറ്റം ആണ്. ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. നല്ല മെറ്റീരിയലും ഭയങ്കര ഫ്ലോയി ആയിട്ട് കിടക്കുന്ന നല്ല രസമാണ്. വിചിത്ര സിൽക്കിൽ ഉള്ളിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പഫ് സ്ലീവ് ആണ് വരുന്നത്. 2 സൈഡിലേക്കും ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് പോട്ട്ലി ബട്ടണൊക്കെ കൊടുത്ത് നല്ല ഗ്ലേസിങ് ഒക്കെ ഉള്ള നല്ല രസമുള്ളൊരു ഐറ്റമാണ്. ഇതെങ്ങനെ വരും. 399. അടുത്ത് വരുന്നത് ഓർഗൻസയിലാണ്. അതും ഒരു ഫ്രോക്ക് ടൈപ്പാണ്. നല്ല ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന ഒരു വീനക്ക് പോലത്തെ ഒരു പാറ്റേൺ ആണ്. ഇതെങ്ങനെയാണ് പഫ് സ്ലീവ് ആണ്. 2 സൈഡിലേക്കും ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ വൈറ്റ് കളറിലെ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഓവറോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ ഫ്രോക്കുകളൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്ന ആൾക്കാർ. താഴെ ബോട്ടം വെയർ ചെയ്യാണ്ട് സിമ്പിളായിട്ട് ഫ്രോക്ക് പോലെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നാൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അങ്ങനത്തെ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ടൈസ് എന്നൊക്കെ പറഞ്ഞിട്ടേ നമുക്ക് ഇവിടം വരെ
ഇന്നർ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഫ്രോക്കിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ വരെ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ കാണിക്കാം കേട്ടോ, ഈ അടുത്ത് ഏതെങ്കിലും ഒരു വീഡിയോയിൽ എന്തായാലും കാണിക്കാം. ഇതാ ഇത് ബ്ലാക്ക് കളറിൽ വീനക്ക്, ആ നേരത്തെ കാണിച്ചതിൻ്റെ ബ്ലാക്ക് പോർഷൻ ഫ്രോക്ക് പോലെ 2 സൈഡിലേക്കും ഡോറീസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓർഗൻസിയാണ് മെറ്റീരിയൽ വരുന്നത്. 399. ഇത് വരുന്നത് ഫീഡിങ് ടോപ്പാണ്. നല്ല റയോൺ മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തോട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി വയറുള്ള സമയത്തും ഇവിടെ കുറച്ച് ഗ്യാദേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം ഞാനത് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് ചൂട് കൊടുക്കൂല, നല്ല സുഖമാണ്. ഫീഡിങ് ടോപ്പാണ് കേട്ടോ. ഇതാ ഇങ്ങനെ 2 സൈഡിൽ ഹിഡൻ സിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ 44 സൈസാണ്. ഈ ഒരു സൈസ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇതെങ്ങനെ വരും വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന നല്ല റയോൺ മെറ്റീരിയലാണ് കേട്ടോ. ഇതിപ്പോൾ ഫീഡിങ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കിതിൻ്റെ സിപ്പ് എവിടെയാണെന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നോർമൽ ആൾക്കാർക്കും വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. 399 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. നല്ല റയോൺ മെറ്റീരിയലാണ്. ഇതും ഞാൻ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര കംഫർട്ടാണ്. നല്ല ഒരു എന്താ പറയുക, ജോർജറ്റ് മെറ്റീരിയലിലാണ്. നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു, ഭയങ്കര ഉദിച്ച മഞ്ഞയല്ല, നല്ലൊരു മഞ്ഞ കളറാണ്. ഫീഡിങ് ടോപ്പാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ ഫീഡിങ് അല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പാടില്ലായിരിക്കൊന്നുമില്ല. കണ്ടോ, 2 സൈഡിലേക്ക് ഹിഡൻ സിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എടുത്താൽ എൻ്റെ ശരിയല്ല, ഇഴുകി പോവാണ്. ഇതങ്ങനെ വരും കേട്ടോ. ഇവിടെയും ചെറിയ ഗ്യാദേഴ്സൊക്കെ പോലെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ട് യൂസ് ചെയ്യാൻ പറ്റും. 2 സൈഡിലേക്ക് ഹിഡൻ സിപ്പ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഇതാ ഇങ്ങനെ വരും. നല്ലൊരു കളറും നല്ലൊരു പാറ്റേണാണ്. 399 മാത്രമേ വരുന്നുള്ളൂ. ഇതിനൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നത് 399 നമ്മുടെ എന്താ പറയുക, നല്ല ഹെവിയാണ് ഐറ്റം. പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഹെവിയാണ്. ഒരു ഓർഗൻസ് അല്ല, എന്ത് സ്ലബ് സിൽക്ക് മെറ്റീരിയലിലാണ് ഇത് വരുന്നത്. എന്നാൽ ഭയങ്കര വടിവത്ത സ്ലബ് സിൽക്കും അല്ല, ഇച്ചിരി കംഫർട്ടായിട്ടുള്ളൊരു സ്ലബ് സിൽക്കാണ്. അതിൻ്റെ ഉള്ളിൽ കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേണ്ട, കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യോക്ക് ഏരിയയിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ്റെ നല്ല രസമുള്ളൊരു പ്രിൻ്റാണ് പോയിട്ടുള്ളത് കേട്ടോ. ഇതും നമുക്ക് നല്ലോണം യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ നോർമൽ യൂസിനോ ഡെയിലി വെയർ യൂസിനോ അല്ലെങ്കിൽ അത്യാവശ്യം പുറത്തേക്ക് നമുക്ക് എന്താ പറയുക, ഓഫീസ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റമാണ് കേട്ടോ. നമ്മളിതും ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളത് ഓഫർ പ്രൈസിൽ 399 കൊണ്ടുവരുന്നത്. ഇത് മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. ഇവിടെ ഈ ഓക്കിൻ്റെ ഇത് സെയിം ആണ്. ഇതിൻ്റെ വേറെ 2 കളേഴ്സും കൂടി അവൈലബിൾ ആണ്. ഈ സൈസ് ഇവിടെ എഴുതിയിട്ടുള്ള സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള. അടിപൊളിയായിട്ടാണ് കേട്ടോ. പുറകുവശം ഇങ്ങനെ വരും. നല്ല മെറൂണാണ്, ഡാർക്കായിട്ടുള്ളൊരു മെറൂൺ. ഇതിൻ്റെ ആഷ് കളർ നല്ല ഭംഗിയാണ് കാണാൻ. സ്ലിറ്റഡ് ആണ്, ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 399 മാത്രമേ വരുന്നുള്ളൂ. നിങ്ങളൊന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കും. സെയിം മെറ്റീരിയൽ, അതുപോലെ ഇതിൻ്റെ കോട്ടൻ്റെ ലൈനിങ്, ഇതെല്ലാം വെച്ചാണ് നമ്മൾ 399 ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത്. അതിനുള്ള മുതലല്ല, അതിൽ കൂടുതൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരുന്നൊരു ഐറ്റമാണ്. അത്രയും വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മെറ്റീരിയൽ. കാരണം സ്ലബ് സിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നല്ല ഭംഗിയിൽ നിൽക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഒരു ആഷ് കളർ. അടുത്തത് വരുന്നത് ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. യോക്ക് ഏരിയ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ് കേട്ടോ. ഓക്കെ, സ്ലീവിൻ്റെ എൻഡിലും ഇതേമാതിരി കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടി വരുന്നത്. അപ്പോൾ ഈ 3 കളേഴ്സാണ്. വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് എല്ലാത്തിൻ്റെയും. 1-2 സൈസസ് മാത്രമേ ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാണിച്ചത് 399 പ്രൊഡക്റ്റാണ്. അടുത്ത പ്രൊഡക്റ്റ് കാണിക്കാം. അടുത്ത കളക്ഷൻ കാണിക്കുന്നത് 499 റേഞ്ചിൻ്റെയാണ് കേട്ടോ. ഇതാ ഇങ്ങനൊരു ഫ്രോക്കാണെന്ന് വെച്ചാൽ ഒരു കലി മോഡൽ, അനാർക്കലിയൊക്കെ മോഡലത്തെ ഒരു ഐറ്റമാണ്. ഫുൾ ലെങ്ത്തിൽ വരുന്നത്, മൾട്ടി കളറാണ് വരുന്നത്. ഇതെങ്ങനെയാണ് വരുന്നത്? ഇത് 8 പീസ് മാത്രമേ ഉള്ളൂ. L സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഫുൾ ലെങ്ത് ആണ് കേട്ടോ വരുന്നത്. ഒരു പാർട്ടി വെയർ ലെവലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റേറ്റാണ്. ഇവിടെ ഇച്ചിരി ഗ്ലേസിങ് സീക്വൻസ് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇതിനെ പുറത്തേക്കുള്ള ഇങ്ങനെ ഒരു എക്സ്ട്രാ ഒരു സംഭവം ഇല്ല കേട്ടോ, ഗ്ലേസിങ് ഇല്ല. ഇങ്ങനെ വരുന്നത് 499 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. 1 പീസ് മാത്രം ആയതുകൊണ്ടാണ് ആ റേഞ്ചിലേക്ക് വരുന്നത് കേട്ടോ. ഇത് നമ്മളിങ്ങനെ എപ്പോഴും പലരും നമ്മൾ ഡിസ്കൗണ്ട് സെയിലൊക്കെ നിങ്ങൾ ആലോചിക്കണം, ഒരു പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ
15 മിനിറ്റ് അതിനുള്ളിൽ നിങ്ങൾ ഐറ്റത്തിന് പേയ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത ആൾക്ക് എൻക്വയറി എടുത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ പിന്നെ 15 മിനിറ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മളോട് ചോദിക്കണം ഈ ഐറ്റം ഉണ്ടോ എന്ന്. അങ്ങനെ മാത്രമേ ചോദിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാവൂ. ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ പിന്നെയും ഇരുന്ന് പോകുന്നത് കേട്ടോ. അതിങ്ങനെ ഓരോ ടയറിലും ഇവിടെ ഒരു സ്റ്റിച്ചിങ് ഉണ്ട്, ഇച്ചിരി ഫ്ലയർ കൂട്ടി കൂട്ടി അങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇപ്പം ഇത് പുറമെ ഇപ്പം എനിക്കിത് ഫുൾ ലെങ്ത് ആണ്, ചിലപ്പോൾ ഇച്ചിരി ഹൈറ്റ് കൂടുതലുള്ളവർക്ക് ഒരു ആംഗിൾ വേറെ ആയിരിക്കും. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതിനൊരു വള്ളി ഉണ്ട് കെട്ടാനായിട്ട്, അത് വേണമെങ്കിൽ നമുക്കത് കെട്ടാം. 49 പ്രൈസ് വരുന്നത്. നിങ്ങളൊരു കാര്യം, ഗിവ് അവേയുടെ കാര്യം മറക്കരുത് ആരും. ഗിവ് അവേ ഉണ്ട്, നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരാം. 100-ലും മേലെ വ്യൂസ് ഉള്ളവരെ നമ്മൾ ഗിവ് അവേയിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ തുടക്കമായിട്ട് നമ്മൾ ഈ ഒരു ഗിവ് അവേ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ള ഗിവ് അവേസ് പല മോഡലായിട്ട് വേറെ വേറെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് മിസ് ചെയ്യാണ്ട് കാണാം. ഇടയ്ക്ക് കണ്ടന്റുകൾ കട്ട് ചെയ്ത് കാണരുത്. നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ട് കണ്ടാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മിസ്സായിപ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ. ഇത് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പുറത്തേക്ക് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് പോലെ പോയിട്ടുണ്ട്. എൻ്റെ എഡ്ജിൽ ഇതെങ്ങനെ മൾട്ടി കളർ പോലെ ഒരു ലെയർ, അതാണ് ഇവിടെ യോക്കിലും വന്നിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ഒരു ക്രോഷ്യോ ലൈസ് പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ഐറ്റമാണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് L സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 49 മാത്രമേ വരുന്നുള്ളൂ. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. പക്ഷെ ലൈനിങ് ഇല്ലെങ്കിൽ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇതിങ്ങനെ വരും, ഒരു ചൈനീസ് കോളർ ലുക്കിലാണ് വരുന്നത്. നല്ല കളറാണ് ഇതിൻ്റെ, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. അതുമാതിരി മൾട്ടി കളർ ആയിട്ടുള്ളതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സിൽവർ ലൈൻസ് പോയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കാണാൻ നല്ല ലുക്കുള്ളൊരായിട്ടാണ്. ഇത് എംബ്രോയിഡറി ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊന്നും 49 റേഞ്ചിലേക്ക് വരുന്നതല്ല, നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു ബ്ലാക്ക് ആണ്, കോട്ടൺ ആണ്, കാന്ത ലൈൻസ് പോയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതെങ്ങനെയാണ് നെക്ക് പാറ്റേൺ പോയിട്ടുള്ളത് കേട്ടോ. നല്ല രസമാണ് കാണാൻ. എങ്ങനെ വരും, സ്ലിറ്റഡ് ആണ്. കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പുറകുവശം ഇങ്ങനെ വരും. ഇതൊക്കെ നമുക്ക് എപ്പോഴും പോകുന്ന ഒരു ഐറ്റമാണ്. കാരണം നോർമൽ ഓഫീസ് യൂസ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ബ്ലാക്ക് കളറിന് എപ്പോഴും നമുക്കൊരു ഡിമാൻഡ് കൂടുതലാണ്. ഇതൊരു ഹൈനെക്ക് പോലത്തെ നെക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. അതും പ്രൈസ് 499 ആണ്. ഇത് വരുന്നത് ഒരു ചന്തേരി പോലത്തെ മെറ്റീരിയലാണ്. ഇച്ചിരി അതിനകത്തൊരു ബാത്തിക്കിൻ്റെ പോലത്തെ ഒരു പ്രിൻ്റാണ് വരുന്നത്. രണ്ട് സൈഡിലേക്ക് സിബ് കൊടുത്തിട്ടുണ്ട്. ഫീഡിങ് ടോപ്പാണ്. ഫീഡിങ് അല്ലാത്തവർക്കും നോർമലി യൂസ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് വരുന്നത് കേട്ടോ മെറ്റീരിയൽ. ഇതിൻ്റെ കൂടെ സിൽവർ ലൈൻസ് ഒക്കെ പോയിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു കളറാണ് വരുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. A ലൈനാണ് വരുന്നത് കേട്ടോ. A ലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ്. 499 ആണ് പ്രൈസ് വരുന്നത്. ഇതും പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഭയങ്കര കംഫർട്ടാണ് യൂസ് ചെയ്യാനായിട്ട്. ഫീഡിങ് ടോപ്പാണ്. രണ്ട് സൈഡിലേക്ക് ഹിഡൻ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു യോക്ക് ഏരിയ എംബ്രോയിഡറി പോലെ ചെയ്ത്, മെഷീൻ എംബ്രോയിഡറി പോലെ ചെയ്തേക്കുന്നതാണ്. ചെറിയ സീക്വൻസ് വർക്കൊക്കെ പോയിട്ട് ഇതൊരു ഡബിൾ ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് വരുന്നത്. രണ്ട് സൈഡിലേക്ക് ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല വെടിക്കെട്ടൊക്കെ നടക്കുന്നുണ്ടോ. നിങ്ങൾക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ വേറെ പ്രത്യേകിച്ച് നോക്കുന്നത് ഇതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് 499 ആണ് കേട്ടോ. ഇനി കാണിക്കുന്നത് കോട്ടൻ്റെ ഒരു ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന നല്ല പക്ക ജയ്പൂർ കോട്ടൺ പോലത്തെ കുഞ്ഞ് പ്രിൻ്റാണ് വരുന്നത്. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഇന്നറാണ്. ഇതെങ്ങനെ വരും, ഏലയിൽ വരുന്ന ഇന്നറാണ് കേട്ടോ. അതിൻ്റെ പുറമേക്കുള്ള ജോർജറ്റിൻ്റെ ജാക്കറ്റല്ല, ഓവർകോട്ടാണ്. ഈ ഓവർകോട്ട് നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു വള്ളി ഉണ്ട് കെട്ടാനായിട്ട്. ഇതെങ്ങനെയാണ് ഷേപ്പ് വരുന്നത് കേട്ടോ. ഒരു ചൈനീസ് കോളർ പോലത്തെ കോളർ വരും, ഇങ്ങനെ വരും. മൊത്തത്തിൽ ഇട്ട് കഴിയുമ്പോൾ കാണാൻ നല്ല രസമാണ്. 549 മാത്രം പ്രൈസ് വരുന്നത്. ഉള്ളിലത്തെ ഒരു ഗ്രീൻ ഷെയ്ഡും പുറമേക്കുള്ളതൊരു മെറൂണും വൈനും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഇങ്ങനെ വരും കേട്ടോ. ഇത് നമുക്ക് സ്ലീവ്ലെസ് ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. സ്ലീവ്ലെസ് നമുക്ക് ഭയങ്കര ചൂടല്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാനും നല്ല ഭംഗിയാണ്. കാണാൻ നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമായതായിട്ടാണ്.
പ്രൈസ് 549 ആണ് കേട്ടോ, 549. ഇത് വരുന്നത് ബാത്തിക്കിൻ്റെ ആണ്. മെറ്റീരിയൽ നല്ലൊരു എന്താ പറയുക, ഒരു ഹെവി റയോണാണ് മെറ്റീരിയൽ വരുന്നത്. ലൈനാണ് സ്ട്രക്ചർ. ഫുള്ള് വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഓപ്പൺ, എന്നിട്ട് ഇവിടെ ഒരു ഓപ്പണിങ് കൊടുത്ത് ഇങ്ങനെ. ഇത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള റൈറ്റാണ്. ഒരു മെറൂൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മെറൂൺ അല്ല, ഒരു ഇരുത്തം വന്ന പോലത്തെ ഒരു ഇത്തിരി തെളിച്ചം കുറവുള്ള പോലത്തെ ഒരു മെറൂണാണ്. പക്ഷെ അതിനകത്ത് ഈ വൈറ്റ് ബാത്തിക്കിൻ്റെ പ്രിന്റ് നന്നായിട്ട് എടുത്ത് കാണും ചെയ്യാം. അത് കാരണം ഇങ്ങനെ വരണേ കേട്ടോ. സ്ലീവ് ഇങ്ങനെ വരും. ലൈനാണ് സ്ട്രക്ചർ കേട്ടോ. നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റും. 549 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് അതിൻ്റെ സെയിം ബ്ലാക്ക് ആണ്. നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക്. നമുക്ക് എപ്പോഴും ബാത്തിക്കിന് ഡിമാൻഡുള്ള ഐറ്റമാണ്. അതുപോലെ തന്നെ കാണാനും നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ വുഡൻ ബട്ടണൊക്കെ കൊടുത്ത് സ്റ്റൈലായിട്ട് എയർലൈൻ സ്ട്രക്ചറിൽ ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. പ്രൈസ് 549. അടുത്തത് വരുന്നത് നല്ലൊരു സിൽക്കാണ്, സെമി സിൽക്ക്, ഒരു രംഗീല സിൽക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിൽക്കി മെറ്റീരിയലാണ്. ഇവിടെ ഒരു സീക്വൻസ് വർക്ക് അല്ല, എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും പോർഷൻ. ഇത് താഴത്തേക്ക് ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് അല്ല, നല്ല അയൺ ചെയ്ത് നല്ല ഭംഗിക്ക് നിൽക്കുന്ന ഫ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ എൻഡിലും ഇതേപോലെ തന്നെ ഒരു പട്ടി പോലെ കൊടുത്തിട്ട് ഇച്ചിരി കട്ടിക്ക് അങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. പുറകുവശം എന്താ ഇങ്ങനെ വരും. നല്ല മെറ്റീരിയലും കാണാൻ നല്ല രസമാണ്. ഒരു പാർട്ടി വെയർ ലുക്കിൽ ഇടാൻ പറ്റുന്നതായിട്ടാണ്. ഒരു പാർട്ടി വെയർ ലുക്ക് കിട്ടും. ഇവിടെ പടക്കത്തിൻ്റെയും വെടിക്കെട്ടിൻ്റെയും ലൈറ്റും ശബ്ദമൊക്കെ നന്നായിട്ട് കേൾക്കാം. ഞാൻ ചിലപ്പോൾ ഞെട്ടാൻ വഴിയുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ പടക്കം പടക്കമൊക്കെ പൊട്ടി ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെയാണ് ഞാൻ. ശബ്ദം കേൾക്കുമ്പോൾ ഇച്ചിരി പേടിയുണ്ടാവും. അതെ, ഉള്ളിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ കാണാൻ നല്ല രസമാണല്ലോ. പിന്നെ വീഡിയോ നമ്മൾ പ്രദക്ഷിണം വരാറായിട്ടില്ല, അപ്പം അതുകൊണ്ടാണ്. ഇതൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 599 ആണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നല്ലൊരു ഐറ്റമാണ്. നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ലെവലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ആദ്യം കാണിച്ചത് മെറൂണാണ്. രണ്ടാമത്തത് ഒരു പർപ്പിൾ ഷെയ്ഡിലേക്ക് വരുന്നതാണ് കേട്ടോ. അതെങ്ങനെ വരും. ഇതൊന്നും നമുക്ക് ചിലപ്പോൾ കളറിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ ഓർഡർ എടുക്കുമ്പോൾ ഏത് കളറാണ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. നേരത്തെ കാണിച്ചത് മെറൂണാണ്. ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ്. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പർപ്പിൾ അല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു പർപ്പിളാണ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കേട്ടോ. ഇതിങ്ങനെ വരും. മേൽഭാഗവും സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ ചെറുതായിട്ട് ഒരു ഫ്ലീറ്റ്സ് കൊടുത്ത് അയൺ ചെയ്ത് നല്ല ഭംഗിയൊക്കെയാണ്. പുറകു വശം നോർമൽ എയർലൈൻ സ്ട്രക്ചറിലാണ് കേട്ടോ. ഒരു സെമി സിൽക്ക് മെറ്റീരിയലാണ്. അടിപൊളി ഐറ്റമാണ്. 599. സോറി 549 ആണ് കേട്ടോ. ഇപ്പം കാണിച്ചില്ല, 549 ആണ്. ഇത് വരുന്നത് ഒരു മൾട്ടി കളറിലാണ്. ഇത് 36 ആണ് സൈസ് വരുന്നത്. ഹക്കോബയാണ് കേട്ടോ. മൾട്ടി കളർ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന അടിപൊളിയാണ്. അത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്തായിട്ടാണ്. പക്ഷെ ഇതിൽ ഒരു S സൈസ് മാത്രമാണ് ബാലൻസ്. അടിപൊളിയായിട്ട് തന്നെ കാണാൻ നല്ല രസമാണ്. സ്ലിറ്റഡ് ആണ്. ഉള്ളിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുറകിൽ നമുക്ക് ഹക്കോബ അല്ല കേട്ടോ. ആ ഒരു മൾട്ടി കളർ പ്രിന്റ് ഇങ്ങനെ പോയിട്ടുള്ളതാണ്. ഫ്രണ്ട് പോർഷനും സ്ലീവുമാണ് നമുക്ക് ഹക്കോബയിൽ വരുന്നത്. ഓക്കെ, അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ കാണിക്കുന്നത് എല്ലാം 599 റേഞ്ചിൽ വരുന്ന കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഹാൻഡ് വർക്ക് വരുന്ന കളക്ഷൻസ് ഒക്കെ നമ്മൾ 599 കൊണ്ടുവന്നിട്ടുള്ളത്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. അത്രയും കിടിലം പ്രൊഡക്ട്സ് ആണ്. പിന്നെ നിങ്ങൾ മറക്കാതിരിക്കുക, നമ്മൾ ഗിവ് അവേ ഉണ്ട്. ഗിവ് അവേയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിൻ്റെ 100 കൂടുതൽ വ്യൂസ് ഉള്ളതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരിക. അതിൽ നിന്ന് നമ്മൾ ഒരാളെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. അതേ തുടർന്ന് നമ്മൾ അടുത്ത ആഴ്ചകളിൽ വീണ്ടും ഗിവ് അവേസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് മിസ് ചെയ്യാണ്ട് കാണാം കേട്ടോ. ഇതാണ് ഐറ്റം വരുന്നത്. കാന്താ വർക്കിൽ പോകുന്ന ഒരു ഐറ്റമാണ്. കിട്ടില്ലെന്ന ഐറ്റമാണ്. ഇതെല്ലാം ഒറിജിനൽ മിറേഴ്സ് ആണ്. മിറേഴ്സിന് ചുറ്റും ത്രെഡ് വർക്കൊക്കെ കൊടുത്ത് നല്ല കിട്ടില്ലെന്നൊരു ഐറ്റം. സ്ലിറ്റഡ് ആണ്. ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോട്ടൻ്റെ ലൈനിങ് കേട്ടോ. നല്ല റേഞ്ചിൽ പോണ ഒരു ഐറ്റമാണ്. അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കോട്ടണിൽ വരുന്ന. കാന്താ വർക്കിൽ വരുമ്പോൾ തന്നെ ഒരു റിച്ച് ലുക്കാണ് കാണാൻ. ഇത് വരുന്നത് 599 മാത്രമേ ഉള്ളൂ. അടുത്തത് വരുന്നത് ഒരു എന്താ പറയുക, പാനലാണ് കേട്ടോ.
ഒരു എയർലൈനിലോട് കൂടിയ പാനൽ പോലെയാണ്. ഇത് വൈനിൽ ബ്ലാക്ക് ആണ് യോക്ക് വരുന്നത്. ഇത്രയും നല്ല റിച്ച് ആയിട്ട് മിറേഴ്സും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. വെടിക്കെട്ടിന്റെ പുകയും മയൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത്. ഇതും കാന്ത വർക്കിലാണ് പോണത്. ലൈനിലാണ് വരുന്നത്. ഫ്രണ്ടിലൊരു ചെറിയ കട്ടിങ് ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള റേറ്റും ആണ്. പ്രൈസ് വരുന്നത് 599. അടുത്തത് വരുന്നത് അതിന്റെ സെയിം റെഡ് കളറിൽ കേട്ടോ. റെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉദിച്ച റെഡ് അല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു റെഡാണ്. കോട്ടണിൽ വരുമ്പോൾ അങ്ങനെ ഉദിച്ചതല്ല കേട്ടോ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന, പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റേറ്റാണ്. എയർലൈനിലാണ് വരുന്നത്. എയർലൈനിലാണ് കേട്ടോ വരുന്നത്. ഞാൻ പാനലാണോ എയർലൈനിലാണോ എന്നൊക്കെ ഡൗട്ട്. എയർലൈനിലാണ്. ഓക്കെ, ഇങ്ങനെയാണ് യോക്ക് ഏരിയ. രണ്ടിനും യോക്ക് സെയിം ആണ്, കളർ മാത്രമാണ് വ്യത്യാസം വരുന്നത്. 599 മാത്രം പ്രൈസ് വരുന്നുള്ളൂ. എല്ലാത്തിനും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. 45-46 റേഞ്ചിലേക്ക് ലെങ്ത് ഉള്ളതാണ് കുർത്തികളെല്ലാം. അടുത്ത വരുന്നത് ഒരു ആഷാണ്. നല്ല ഭംഗിയിൽ മിറേഴ്സ്, എല്ലാ മിറേഴ്സും ഒറിജിനൽ മിറേഴ്സ് ആണ്. മിറേഴ്സിന് ചുറ്റും ത്രെഡ് വർക്ക് കൊടുത്ത് നല്ല ഭംഗിയിലൊരു ഐറ്റം. ഇതും വരുന്നത് ലൈൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു അംബർല കട്ടിങ് പോലെ. ഇവിടെ ഇങ്ങനെ ഒരു ഇത്രയും ഭാഗം പ്ലെയിൻ ആണ്. എന്നിട്ട് ഒരു ത്രീ പാനൽ എന്ന് വേണമെങ്കിൽ പറയാം. സൈഡിലേക്ക് ചെറിയ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട് സൈഡില്. എന്നിട്ട് പുറകിലും ചെറിയതായിട്ട് പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വരും. നല്ലൊരു കളറാണ്. ലൈറ്റ് ആഷ് കളർ, ബ്ലൂയിഷ് ആഷ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറാണ്. ഇതിന്റെ യോക്കിന്റെ ഇത്രയും ഭാഗം നമുക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയലിലാണ് വരുന്നത്. 599 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. കിടിലം പ്രൊഡക്റ്റ് ആണ്. അടുത്തത് വരുന്നത്, നിങ്ങൾ വിചാരിക്കുക എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ തന്നെ എന്തിനെങ്ങനെ തള്ളി മറിക്കണമെന്ന്. ഞാൻ അത്രയും നല്ലതായതുകൊണ്ടാണല്ലോ എടുത്തിട്ട് വരുന്നത്. അപ്പം ഞാൻ തന്നെയല്ലേ ഇതിനെക്കുറിച്ച് പറയണ്ടേ. ഇത്രയും നല്ല കളേഴ്സും നല്ല രസമാണ് കാണാൻ. ഇത് ഈ കളർ കാണാനാണെങ്കിലും രണ്ടും വെറൈറ്റി കളറാണ്. ഇത് ഇത്തിരി കൂടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ. അത് നമുക്ക് നല്ല സിമ്പിളായിട്ട് വെയർ ചെയ്യാം. പക്ഷെ എന്നാൽ ഡിമ്മായിട്ടുള്ള കളറല്ല, നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള കളറാണ്. ബ്ലൂയിഷ് ആഷാണ് നേരത്തെ കാണിച്ചത്. ഇതൊരു ലെമൺ യെല്ലോ പോലത്തെ ഒരു കളറാണ് കേട്ടോ. മിറേഴ്സ് എല്ലാം ഒറിജിനൽ മിറേഴ്സ് ആണ്. സൈസസ് ഇതിൽ ഉള്ളത് നോക്കി മേടിക്കാം. നിങ്ങൾക്ക് 2-3 മേടിച്ചാലും നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമല്ല. അത്രയും കിടിലം പ്രൊഡക്ട്സ് ആണ് കേട്ടോ വരുന്നത്. എല്ലാം ഇങ്ങനെയാണ് കേട്ടോ. എയർലൈൻ സ്ട്രക്ചർ പോലെ ഒരു പാനൽ ഇവിടെ നിന്ന് അടിച്ചിട്ട് ഇവിടെ ചെറിയ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു അംബ്രല്ല സ്റ്റൈലിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് വരുന്നത് ഇതാ. ഇത് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഫ്രണ്ട് പോർഷൻ സ്മോക്കി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത്രയും ഭാഗം സ്മോക്കിയാണ്, നല്ല സ്മോക്കി. പുറകില് ഇത് സ്മോക്കി അല്ല, ഒരു ക്യാപ്സൂൾ റയോൺ മരത്തിച്ചൊരു പ്രീമിയം റയോൺ ആണ്. നല്ല കട്ടിയുള്ള റയോൺ മെറ്റീരിയലിലാണ് വരുന്നത് കേട്ടോ. അതെങ്ങനെ വരും. എന്നിട്ട് രണ്ട് സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കിഡിലൊരു ഐറ്റം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെയും ഇത് ബ്ലാക്ക് കളറാണ് വരുന്നത്. ഇതിൻ്റെ ഇപ്പം കയ്യിലുള്ളത് L സൈസ് ആണ് കേട്ടോ. 599 ആണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡാണിത്. നമ്മൾ ഒരു പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തപ്പോൾ ബ്ലൂ ആണ് പിന്നെ കിട്ടിയത്. ഇതാ ഇങ്ങനെ വരും കേട്ടോ. ഇവിടെയും ഫ്രണ്ട് പോർഷൻ സ്മോക്കി വർക്കാണ്. സ്മോക്കി എന്ന് പറഞ്ഞാൽ നല്ല കട്ടിക്കാണ് കേട്ടോ. ഉള്ളിൽ ലൈനിങ് ഒക്കെ കൊടുത്ത് നല്ല കട്ടിക്കാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമായിട്ട് ഇടാൻ പറ്റും. ഇത് ബ്ലൂ ആണ് കളർ വരുന്നത്. രണ്ടും ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ബ്ലാക്കും ബ്ലൂവും കൂടി ഇതെങ്ങനെ വരും കേട്ടോ. രണ്ട് സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട്. 599 മാത്രം പ്രൈസ് വരുന്നുള്ളൂ. അടുത്തത് വരുന്നത് ഒരു ഓവർകോട്ട് ടൈപ്പാണ്. ഇതിൻ്റെയും പ്രൈസ് 599 ആണ്. നല്ല ഇമ്പോർട്ടഡ് മാരത്തെ ഒരു ക്ലോത്ത് ആണ്. ഉള്ളിലത്തെ പുറമേക്ക് കൊടുത്തിട്ടുള്ളത് ഒരു ഷിഫോൺ ടൈപ്പിൽ വരുന്ന ചെറിയ പ്രിന്റ് വരുന്ന ഫ്ലോറൽ പ്രിന്റ് വരുന്ന. ഇവിടെ ഡോറീസ് കൊടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ നമുക്ക് അയച്ചിടാം. ഇത് അറ്റാച്ച് ചെയ്താണ്, ഊരിയെടുക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, റിവേഴ്സ് ഉണ്ടാ ഇങ്ങനെ വരും. ഇവിടെയൊക്കെ ഇത്രയും ഭാഗം മാത്രമാണ് ഓപ്പണബിൾ ആയിട്ടുള്ളത്. പുറകിലത്തത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. 599. അടുത്തത് വരുന്നത് ഇതാ ജോർജറ്റില് നല്ല രസമുള്ള ഒരു 3 പാനൽ അടിച്ച പോലത്തെ ഒരു സ്ട്രക്ചറിൽ വരുന്നതാണ്. ഇതിവിടെ മിറേഴ്സും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ്. ഇതവിടെ നമുക്കൊരു പഫ് സ്ലീവ് പോലെ എൽബോ വരെ ലെങ്ത് വരുന്നതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. പുറകില് ഇങ്ങനെ പ്ലെയിൻ എയർലൈനാണ് കേട്ടോ. ഇവിടെ ചെറുതായിട്ട്
ഇത്തിരി മാത്രം ഫ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇവിടെ മൾട്ടി കളറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 599. ഇതിൻ്റെ തന്നെ വേറൊരെണ്ണം കൂടി കളറാണിത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പീക്കോ ഗ്രീൻ പോലത്തെ ഒരു കളറാണ് കേട്ടോ അത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. രണ്ട് സൈഡിലും ചെറുതായിട്ട് ഫ്ലീറ്റ്സ്. അതിങ്ങനെ പൊന്തിക്കുന്ന ടൈപ്പല്ല, നമുക്ക് അയൺ ചെയ്ത് വെച്ചിട്ടുള്ള പോലത്തെ ഫ്ലീറ്റ്സ് ആണ്. ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ, പുറകുവശം ഇങ്ങനെ വരും. ഓക്കെ, 599. സൈസ് നോക്കി മേടിക്കണം കേട്ടോ. ഇതിൽ പറഞ്ഞിട്ടുള്ള സൈസ് മാത്രം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സൈസ് ചോദിക്കുക. നിങ്ങൾക്ക് 2 or 3 വേണമെങ്കിൽ അത്രയും ഐറ്റത്തിൻ്റെ ഇത് എൻക്വയറി ചോദിക്കുക. നമ്മൾ അത്രയും ഇതിൻ്റെ പേര് നിങ്ങളുടെ ഹോൾഡ് ചെയ്ത് വെക്കും. അല്ല, നിങ്ങൾക്ക് കൺഫേം ആയതാണ് വേണ്ടതെങ്കിൽ അത് മാത്രം ചോദിക്കട്ടെ. നമ്മൾ കുറേ ചോദിക്കുമ്പോൾ അതൊക്കെ നിങ്ങളുടെ പേരിൽ നോട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും എനിക്ക് ഇത് മാത്രം മതിയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഉള്ളത് ആദ്യം ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും വേണമെങ്കിൽ അത് ചോദിക്കുക. അങ്ങനെ ചോദിക്കുക. പിന്നെ 15 മിനിറ്റിനുള്ളിൽ മാക്സിമം നിങ്ങൾ ഡിസ്കൗണ്ട് സെയിൽ ആയതുകൊണ്ടാണ് പ്രൊഡക്റ്റിന് നല്ല എൻക്വയറീസ് ഉണ്ടാവും. അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതൊരു ടോപ്പ് ബോട്ടം സെറ്റാണ്. ഇങ്ങനെ ഒരു വീനൊക്കെ കൊടുത്തിട്ട് ഈ ഒരു പ്രിൻ്റാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. കാന്ത വർക്കോട് കൂടി പോകുന്നതാണ്. സ്ലിറ്റഡ് ആണ്, വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. അതിൻ്റെ ഇവിടം വരെ യോക്ക് ഏരിയയുടെ ഇവിടം വരെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഉള്ളിൽ ലൈനിങ് ഉണ്ട്. ഈ ഒരു ഹാഫ് പോർഷൻ ഇവിടം വരെ നമുക്ക് ലൈനിങ് ഉണ്ട്. താഴത്തേക്കാണ് വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്നത്. സ്ലിറ്റഡ് ആണ് രണ്ട് സൈഡിലും. സ്ലിറ്റിൻ്റെ ഈ സൈഡിൽ കണ്ടോ ഈ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല രസമുള്ള ഒരു കുർത്തിയാണ്. 599 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. ടോപ്പ് ബോട്ടം സെറ്റാണ് 599. ഇത് നമുക്ക് അജ്രക്കിൻ്റെ ബ്ലോക്ക് പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റാണ്. ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലേക്ക് കേട്ടോ. ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ. ഇതേത് സൈസ്? എൽ സൈസാണ്. ഇപ്രാവശ്യം എൽ സൈസുകാർക്കാണ് നമുക്ക് കൂടുതൽ വരുന്നത്. ഓക്കെ, 599. അടുത്തത് കാണിക്കുന്നത് സാരിയാണ് കേട്ടോ. സാരി ഇത് 2 പീസ് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളതാണ്. 2 കളറാണ്. നല്ല രസമുള്ള ഒരു സാൻഡൂണിൽ വരുന്ന സാരിയാണ്. ഇതാ ഇങ്ങനെയാണ്. ഓവറോൾ ഇതിൻ്റെ ഒരു സീക്വൻസ് വർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിൽവറിൽ ബ്ലാക്ക് ലൈൻസ് പോണ പോലത്തെ ഒരു സീക്വൻസ് ആണ് കൊടുത്തിട്ടുണ്ട്. ടസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഇത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ നിവർത്തി കാണിക്കേണ്ടതെന്ന് വിചാരിക്കുന്നത്. ഇതൊരു ബ്ലൂ ഷെയ്ഡാണ്. അതിന് ചിക്കൻ കാരിയുടെ ബ്ലാക്ക് കളറിലുള്ള ബ്ലൗസ്. നല്ല രസമാണ്. ഇതിൻ്റെ കൈയിൻ്റെ അവിടേക്ക് പിടിപ്പിക്കാനുള്ള ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാണ് കോമ്പിനേഷൻ. 599 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. അടുത്തത് അതിൻ്റെ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡാണ്. ഇതാ ഗോൾഡൻ എന്ന് പറഞ്ഞൊരു ഭയങ്കര ഉദിച്ച ഒരു സ്വർണത്തിൻ്റെ കളറല്ല, ഒരു മഞ്ഞയിൽ വരുന്നൊരു ഗോൾഡൻ കേട്ടോ. ഇത് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള ബ്ലൗസ് പീസാണ്. നമുക്ക് ഈ ബ്ലൗസ് വെച്ചിട്ട് ഏതിനെങ്കിലും വേണമെങ്കിലും, പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് ഏതിന് വേണമെങ്കിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ വരുന്ന സെറ്റിന് 599 ആണ് പ്രൈസ് വരുന്നത്. അടുത്ത കളക്ഷൻ കാണാം. അടുത്തത് വരുന്നത് ഒരു ടോപ്പ്, എ ലൈനിൽ വരുന്ന ടോപ്പാണ്. ഇതിങ്ങനെ ഒരു അജ്രക്കിൻ്റെ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇത് ബ്ലൂ ആണ് ബോർഡർ വരുന്നത്. എ ലൈനിൽ വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്തും ഈ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ക്രേപ്പിൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ആണ് കേട്ടോ. അതാ എന്നിട്ട് ഷാള് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. നല്ല നീളവും വീതിയുള്ള ഷാളാണ്. ഇതിൻ്റെ 2 ബോർഡറിലും ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു റാണി പിങ്കിൽ തന്നെ ഇച്ചിരി ഡാർക്ക്, അല്ലെങ്കിൽ ഒരു ബർഗണ്ടി ഷെയ്ഡ് എന്നൊക്കെ പറയാം. ആ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ടോപ്പും ഷാളും കൂടി വരുന്ന ഐറ്റമാണ് കേട്ടോ. ഷാളിന് നല്ല നീളവും വീതിയുണ്ട്. കണ്ടോ, താഴെ വരച്ചുകൊണ്ട് എടുക്കുന്ന ലെവലിൽ നീളവും വീതിയുണ്ട്. നല്ല കളറാണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ മുഖത്തിന് നല്ലൊരു തെളിച്ചം കിട്ടും. പ്രൈസ് വരുന്നത് 749 ആണ്. എം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത് വരുന്നത് ഒരു ടോപ്പ് ബോട്ടം ആണ് കേട്ടോ. അടിപൊളി പ്രിന്റും ഇതുപോലെ തന്നെ അടിപൊളി മെറ്റീരിയലുമാണ് വരുന്നത്. ഇത് അങ്ങനെ വരും. ഒരു ഓഫ് വൈറ്റിൽ ഇങ്ങനെ ചെറിയ ഇവിടെ ഒരു ഉണ്ട്, ഇങ്ങനെ ഒരു 6 ആഗ് പോലത്തെ ഒരു ഇതാണ്. അതുകൊണ്ട് ആ ഒരു കളർ ഓവറോൾ അങ്ങനെ തന്നെയാണ്. അതിനകത്ത് റോസിൻ്റെ കളറാണ്. ഇതാണ് പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ള, ആ പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ള പോർഷനാണ് ഇതിൻ്റെ ബോട്ടായിട്ട് വരുന്നത്. 1 സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷനിൽ ബാൻഡാണ്.
ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഡെപ്തിലേക്ക് പോക്കറ്റ് വരുന്നുണ്ട്. നല്ല റേറ്റുമാണ്. ടോപ്പ് ബോട്ടം സെറ്റാണ് കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. എങ്ങനെ വരും, സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒരു കളർ വരുന്നത്. ഇങ്ങനെ പിങ്ക് പൂക്കൾ വരുന്നത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതുപോലെ തന്നെ അതിൻ്റെ യെല്ലോ ഷെയ്ഡ് സെയിം ചെറിയ പ്രിന്റിൽ വരുന്ന ബോട്ടം ഇതാ ഇങ്ങനെ വരും കേട്ടോ. ഇവിടെ ഇങ്ങനെ കെട്ടാനായിട്ട് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇതും നല്ല കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു യെല്ലോ പൂക്കളാണ്. നേരത്തെ കാണിച്ച അതിൻ്റെ സെയിം കളർ ചേഞ്ച്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 749 ആണ്. ടോപ്പ് ബോട്ടം സെറ്റാണ്. കിട്ടില്ലെന്നാണ് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. അടുത്തത് വരുന്നത് ടോപ്പ് ബോട്ടം സെറ്റാണ്. ഇതങ്ങനെ വരും. ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഐറ്റമാണ്. ജോർജറ്റ് മെറ്റീരിയലിലാണ് വരുന്നത്. ഇതിൻ്റെ ഷാൾ അടക്കമുള്ള ഒരു ഐറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ടോപ്പ് ബോട്ടം മാത്രമാണ്. കാന്താവർക്കിലാണ് ബോട്ടം വരുന്നത്. വൺ സൈഡ് ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനെയും വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ്. നല്ല ഡെപ്തിലേക്കുള്ള പോക്കറ്റ് വരുന്നുണ്ട്. എല്ലാം സ്ട്രൈറ്റ് കട്ട് പാൻ്റാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടാണ്. ഇതിനകത്ത് മിറേഴ്സും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് വരുന്നത് 799 ആണ് കേട്ടോ. സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് വരുന്നത് 3 പീസ് സെറ്റ് ആണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഒരു എന്താ പറയുക, ഓഷ്യൻ ബ്ലൂ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു തീമിൽ വരുന്നതാണ്. ഒരു ഹൈ കോളർ, ചൈനീസ് കോളർ പോലത്തെ ഒരു കോളർ നെക്കാണ് വരുന്നത്. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ഇതാ ഓവറോൾ ഇങ്ങനെയാണ്. സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വുഡൻ ബട്ടണൊക്കെ കൊടുത്ത് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതെങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് പാൻറ്റിൻ്റെ പ്രിന്റ് വരുന്നത്. ഇവിടെ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ചെറിയ പ്രിൻ്റാണ്. നല്ല രസമാണ് കേട്ടോ. ഷാള് കാണാനും നല്ല ഷാളാണ്. നല്ല ഡെപ്തും വിഡ്ത്തും ഒക്കെ ഉള്ള ഷാളാണ്. ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. 1-2 പീസ് ഉണ്ട്. സൈസ് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. ഇങ്ങനെയാണ് ഷാൾ. ഭയങ്കര മൽമലിൽ വരുന്ന ഒരു ഷാളാണ് കേട്ടോ. മൽമൽ കോട്ടണിൽ വരുന്ന ഷാളാണ്. നല്ല നീളവും വീതിയും ഒക്കെ ഉണ്ട് കേട്ടോ ഷാളിന്. ഞാനിങ്ങനെ പെട്ടെന്ന് കാണിക്കുമ്പോൾ കണ്ടോ, നല്ലൊരു കളർ ചാർട്ടാണ്. എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കളറല്ല. ഒരു ഓഷ്യൻ ബ്ലൂ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ടോപ്പ് ബോട്ടം ഷാള് വരുന്ന സെറ്റ്. പ്രൈസ് വരുന്നത് 899 ആണ് കേട്ടോ. ഓഫർ പ്രൈസിലാണ് നമുക്ക് 899 പോണത്. അതുപോലെ തന്നെ അടുത്തത് വരുന്നത് ടോപ്പ് ബോട്ടം സെറ്റാണ്. അതൊരു അനാർക്കലി സ്ട്രക്ചറിൽ വരുന്നതാണ് കേട്ടോ. ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അവിടെ ഒരു സീക്വൻസ് വർക്കൊക്കെ പോലെ കൊടുത്തിട്ടാണ്. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. കണ്ട ഓക്കെ, ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ഒരു ലൈറ്റ് ഗ്രീനിൽ പ്യുവർ കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത്. ഇത് അതിൻ്റെ ബോട്ടം വന്നിട്ട് ഇതെങ്ങനെ വരും. ചെറിയ പ്രിന്റിൻ്റെയാണ് ബോട്ടം. എന്നിട്ട് താഴെ ഒരു ഇതിൻ്റെ ഈ സെയിം ഇതിൻ്റെ ഒരു പട്ടി പോലെ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്. ഇതാ ഇങ്ങനെ വരും. അതിൻ്റെ ഷാള് വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷാളാണ് കേട്ടോ. 1000-ന് മേലെ പ്രൈസ് ഉണ്ടായിരുന്നതാണ്. നല്ല പ്രൈസ് റേഞ്ചിൽ വരുന്ന 1260 രൂപയാണ് വരുന്നത്. നമ്മളിത് ഓഫർ പ്രൈസിൽ 899 മാത്രമേ 1 പീസ് ഉള്ളൂ എന്ന് തോന്നുന്നു. എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ സൈസ് പഠിച്ച് മെൻഷൻ ചെയ്യാം കേട്ടോ. എനിക്ക് ഈ കയ്യിലെടുക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഒരു സൈസാണെന്ന് കൺഫ്യൂഷൻ വരുന്നത്. ഇങ്ങനെ വരും. നല്ല രസമുള്ളതാണ്. 899 നിങ്ങൾക്ക് കിഡിലം പ്രൊഡക്റ്റ് ആണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. അത്യാവശ്യം എല്ലാവർക്കും ഓൾമോസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വേണ്ട ഐറ്റത്തിൻ്റെ സൈസും കൂടി മെൻഷൻ ചെയ്ത് ചോദിച്ച് നമ്മൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ട് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ താഴത്തേക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടാവും. ആദ്യം വന്ന ഓർഡറുകളാണ് നമ്മൾ എടുക്കുക. നിങ്ങൾ എപ്പോഴും മെസ്സേജ് ചെയ്താൽ നിങ്ങളുടെ മെസ്സേജ് മേലെ പോയി കിടക്കും. അപ്പോൾ നിങ്ങളൊരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തന്നില്ല എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യേണ്ട, എല്ലാവർക്കും റിപ്ലൈ തരും. ആദ്യം വന്നതിനെ റിപ്ലൈ തരുള്ളൂ. വീണ്ടും ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടാൻ നിങ്ങളുടെ മെസ്സേജ് വീണ്ടും ദൂരേക്ക് പോവുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ നമ്മുടെ എന്തായാലും എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ആരും മിസ് കോളൊന്നും അടിക്കരുത്. നമ്മൾ ഓർഡർ എടുക്കുന്ന തിരക്കിൽ കോളുകളൊന്നും എടുക്കൂല, മെസ്സേജസ് മാത്രമേ നോക്കുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ഓർമ്മ വെച്ചേക്കാം. പിന്നെ ഡാമേജ് ആയ പ്രോഡക്റ്റിന് റിട്ടേൺ എന്നുള്ളത് നമുക്ക് ഡിസ്കൗണ്ട് സെയിലിൽ നമുക്ക് സാധാരണ റിട്ടേൺ പോളിസിയിൽ നോ റിട്ടേൺ ആണ്. കാരണം നമ്മളിത് അത്രയും പ്രൈസിലാണ് കുറയ്ക്കുന്നത്. അപ്പോൾ പിന്നെയും നമുക്ക് റിട്ടേൺ ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. ഗിവ് അവേയിൽ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അടുത്തത് നമ്മൾ വേറെ ഗിവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾ കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് ഗിവ് അവേ വേണമെന്നൊരു താല്പര്യം ഉണ്ടെന്ന് തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ പുതിയ ഗിവ് അവേ ആയിട്ട് വീണ്ടും വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.